ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ മഹാഗണപതയേ നമഃ. ഓം നമശ്ചണ്ഡികായൈ നമഃ. നമോ ദേവി മഹാദേവ്യൈ ശിവായൈ സതതം നമഃ. നമഃ പ്രകൃത്यै ഭദ്രായൈ നിയതാ പ്രണതാസ്മദാം. ദേവീകവചം. മാർക്കണ്ഡേയ ഉവാച യദ്ഗുഹ്യം പരമം ലോകേ സർവരക്ഷാകരം നൃണാം യന്ന കസ്യചിദാഖ്യാതം തന്മേ ബ്രൂഹി പിതാമഹ. അല്ലയോ ബ്രഹ്മാവേ, ലോകത്തിൽ രഹസ്യവും എന്നാൽ ഉത്കൃഷ്ടവും മനുഷ്യർക്ക് സകല രക്ഷയെയും ചെയ്യുന്നതും ഇന്ന് വരെ ഒരാളോടും പറഞ്ഞിട്ടില്ലാത്തതുമായി യാതൊന്നുണ്ടോ? അതിനെനിക്ക് ഉപദേശിച്ചു തന്നാലും. ബ്രഹ്മോവാച അസ്തി ഗുഹ്യതമം വിപ്ര സർവഭൂതോപകാരകം ദേവ്യാസ്തു കവചം പുണ്യം തത്സൃണുഷ്വ മഹാമുനേ. ബ്രഹ്മാവ് പറഞ്ഞു, അല്ലയോ ബ്രാഹ്മണ, അത്യന്തം രഹസ്യമായും സർവപ്രാണികൾക്കും ഉപകാരപ്രദമായും പുണ്യവുമായിരിക്കുന്ന ദേവിയുടെ കവചമുണ്ട്. അല്ലയോ മഹാമുനെ, അതിനെ കേട്ടാലും. പ്രഥമം ശൈലപുത്രീതി ദ്വിതീയം ബ്രഹ്മചാരിണി തൃതീയം ചന്ദ്രഖണ്ഡേതി കൂഷ്മാണ്ഡേതി ചതുർത്ഥകം പഞ്ചമം സ്കന്ദമാദേതി ഷഷ്ടം കാത്യായനീതി ച സപ്തമം കാളരാത്രീതി മഹാഗൗരീതി ചാഷ്ടമം നവമം സിദ്ധിദാ പ്രോക്ത നവദുർഗാ പ്രകീർത്തിത ഉക്താന്യേതാനി നാമാനി ബ്രഹ്മണൈവ മഹാത്മനാ. ദേവി 9 മൂർത്തികളായി ധ്യാനിക്കപ്പെടേണ്ടവളാണ്. ആ മൂർത്തികളുടെ നാമങ്ങളെ പറയുന്നു. ഒന്നാമതായി ശൈലപുത്രി. നാമജ്ഞാനമുണ്ടാകുമ്പോൾ അതുകൊണ്ട് പറയപ്പെടുന്ന രൂപത്തിൻ്റെ ജ്ഞാനവും ഉണ്ടാകുന്നു എന്നുള്ളതുകൊണ്ട് അവിടെ ശൈലപുത്രി എന്ന് പറയുകയാണ്, അതായത് പാർവതി. രണ്ടാമതായി ബ്രഹ്മചാരിണി. ബ്രഹ്മചാരിണി എന്ന് പറയുമ്പോൾ സച്ചിദാനന്ദ രൂപത്തെ പ്രാപിക്കുന്നവൾ അഥവാ ബ്രഹ്മരൂപപ്രദ എന്നർത്ഥം. ബ്രഹ്മചാരിണി എന്ന് പറയുമ്പോൾ തന്നെ ബ്രഹ്മണി ചരതി ഇതി ബ്രഹ്മചാരിണി എന്നാണ്. അപ്പോൾ ബ്രഹ്മരൂപപ്രദ എന്ന് അർത്ഥം പറയാം. ചന്ദ്രഖണ്ഡ, ചന്ദ്രൻ കയ്യിലുള്ള, അതായത് മണിഖണ്ഡത്തിലുള്ളവൾ, അല്ലെങ്കിൽ ചന്ദ്രനെ പോലെ നിർമ്മലയായ ഖണ്ഡത്തോടു കൂടിയവളെന്നും പറയാം. നാലാമത് കൂഷ്മാണ്ഡ. ആദിദൈവീയം, ആധ്യാത്മികം, ആദിഭൗതികം എന്ന താപത്രയരൂപ സന്താപത്തോടു കൂടിയ സംസാരത്തിൽ അതിനെ ഇല്ലാതാക്കുന്നവൾ എന്ന് താല്പര്യം. 5 സ്കന്ദമാത. ഭഗവതീ വീര്യത്തിൽ നിന്ന് ഉത്ഭവിച്ച സനൽകുമാരന് സ്കന്ദൻ എന്ന് പേരുള്ളതിനാൽ ദേവിക്ക് സ്കന്ദമാത എന്ന് പേര്. കാത്യായനി, അതായത് ദേവകാര്യാർത്ഥം കാത്യായനാശ്രമത്തിൽ ആവിർഭവിച്ച് ആ കാത്യായനി മഹർഷിയാൽ കന്യാത്വേന സ്വീകൃതമായതുകൊണ്ട് കാത്യായനി എന്ന് പേര്. കാളരാത്രി, സർവമാരകനായ കാലൻ്റെയും രാത്രി, അതായത് കാലനെപ്പോലും നശിപ്പിക്കുന്നവൾ എന്നർത്ഥം. പ്രളയത്തിൽ കാലനും നാശമുണ്ടല്ലോ. മഹാഗൗരി, ഇത് വളരെ അഭിമാനമുള്ളൊരു ദേവിയാണ്. ശിവൻ തമാശയായിട്ട് കാളി എന്ന് വിളിച്ചതിന് തപസ്സുകൊണ്ട് ഗൗരവവർണ്ണത്തെ സമ്പാദിച്ചു
എന്ന കഥ കാളി പുരാണത്തിൽ വിവരിച്ചിട്ടുണ്ട്. സിദ്ധിത എന്ന് പറഞ്ഞാൽ മോക്ഷത്തെ കൊടുക്കുന്നവൾ എന്നർത്ഥം. അഗ്നിനാദഹ്യമാനസ്തു ശത്രുമധ്യേ ഗതോരണേ വിഷമേ ദുർഗമേ ചൈവ ഭയാർത്താ ശരണം ഗതാ ന തേഷാം ജായതേ കിഞ്ചിത് ശുഭം രണസങ്കടേ നാപദം തസ്യ പശ്യാമി ശോകദുഃഖഭയം നഹി. അഗ്നിയാൽ ദഹിപ്പിക്കപ്പെട്ടവനും യുദ്ധത്തിൽ ശത്രുമധ്യത്തിൽ പോയവനും ദേവിയെ ശരണം പ്രാപിച്ചാൽ അവന് ആപത്തും ദുഃഖം കൊണ്ടുള്ള ഭയവും ഉണ്ടാവുകയില്ല. ഇതിനർത്ഥം അസാമാന്യമായി അസഹ്യമായിരിക്കുന്ന സങ്കടത്തിൽ നിന്ന് പോലും ഭയപീഡിതന്മാരായി ശരണം പ്രാപിച്ചാൽ പോലും അവർക്ക് ഒട്ടും അമംഗളമുണ്ടാവുകയില്ല എന്നർത്ഥം. ഇപ്രകാരം 9 നാമങ്ങളെ പഠിക്കുന്നവർ ഒരുത്തനായാലും അനേകം പേരായാലും ദേവിയെ ശരണം പ്രാപിച്ചാൽ സർവ അനിഷ്ടങ്ങളിൽ നിന്നും മോചനമുണ്ടാകും എന്ന് താൽപ്പര്യം. യസ്തു ഭക്ത്യാ സ്മൃതാനൂനം തേഷാം വൃദ്ധി പ്രജായതേ. ആരാണോ ഭക്തിയോടുകൂടി സ്മരിക്കുന്നത് അവർക്ക് സകല ഐശ്വര്യവും നന്നായിട്ടുണ്ടാവുന്നു എന്ന് നിശ്ചയം. ഈ ഭക്തിയോട് കൂടാതെയുള്ള ദേവീ സ്മരണത്തിൻ്റെ ഫലത്തെ പറഞ്ഞിട്ട് ഭക്തിയോട് കൂടിയുള്ള സ്മരണത്തിൻ്റെ ഫലത്തെ പറയുകയാണ് ചെയ്യുന്നത്. സിദ്ധി എന്ന് പറഞ്ഞാൽ ഇവിടെ ജ്ഞാനം എന്നർത്ഥം. ജ്ഞാനമാണ് മോക്ഷത്തിന് കാരണം എന്നുള്ളത് കൊണ്ട് ഇവിടെ സിദ്ധി എന്നുള്ളതിന് മോക്ഷം എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. ഐന്ദ്രീഗജസമാരൂഢ വൈഷ്ണവീ ഗരുഡാസന മഹേശ്വരീ വൃഷാരൂഢ കൗമാരീ ശിഖിവാഹന ബ്രാഹ്മീ ഹംസസമാരൂഢ സർവാഭരണഭൂഷിത നാനാഭരണശോഭാഢ്യ നാനാരത്നോപശോഭിത ദൃശ്യന്തേ രഥമാരൂഢ ദേവ്യക്രോധസമാകുല. ചാമുണ്ഡ പ്രേതാസനസ്ഥിതയും വാരാഹി പോത്ത് ആസനമായുള്ളവളും ഇന്ദ്രാണി ഐരാവതത്തിൽ കയറിയവളും വൈഷ്ണവി ഗരുഡാസനയും മാഹേശ്വരി വൃഷഭവാഹനയും കൗമാരി മയിൽ വാഹനമായുമുള്ളവളും ബ്രാഹ്മി ഹംസവാഹനയും സർവാഭരണഭൂഷിതയുമാകുന്നു. ഈ ദേവിമാർ നാനാഭരണ ശോഭ കൊണ്ട് ജ്വലിക്കുന്നവരും നാനാരത്നങ്ങളെ കൊണ്ട് ശോഭിക്കുന്നവരും ശത്രുക്കളായ ദൈത്യന്മാരെക്കുറിച്ച് അതികോപത്തോടു കൂടിയവരും രഥാരൂഢകളുമായി കാണപ്പെടുന്നു. ആർത്തന്മാരുടെ അനിഷ്ടങ്ങളെ നശിപ്പിക്കുന്നതിനനുസരിച്ച് സപ്തമാതൃക്കൾക്ക് എല്ലായ്പ്പോഴുമുള്ള ഉദ്യമം ആയിട്ടാണ് ഇത് പറയപ്പെട്ടത്. ഇത് സപ്തമാതൃക്കളുടെ വർണ്ണനയാണ്. ദേവിയുടെ പ്രേതാസനാദ്യാരോഹണങ്ങൾ ഭക്തരക്ഷാർത്ഥമാകൊണ്ട് ഭക്തന്മാരോടുള്ള അതിവാത്സല്യത്തെ പ്രദർശിപ്പിക്കുന്നു. ഖേടകം തോമരശ്ചൈവ പരശും പാശമേവ ച കുന്ദായുധം ത്രിശൂലം ച ശർഘായുധമനുത്തമം ദൈത്യാനാം ദേഹനാശായ ഭക്താനാം അഭയായ ച ധാരയന്ത്യായുധാനിത്തം ദേവാനാഞ്ചഹിതായ വൈ. സപ്തമാതൃക്കളും അന്യകളായ ദേവിമാരും ശംഖം ചക്രം ഗദ വേൽ കലപ്പ ഇരുമ്പുലയ്ക്ക പരിച തോമരം കോടാലി കയറ് കുന്തം തൃശൂലം കൊമ്പു കൊണ്ടുണ്ടാക്കിയ വില്ല് എന്നിങ്ങനെയുള്ള ആയുധങ്ങളെ അസുരനിഗ്രഹത്തിനും ഭക്താനുഗ്രഹത്തിനും ദേവഹിതത്തിനുമായി ധരിക്കുന്നു ദേവി. മഹാബലേ മഹോത്സാഹേ മഹാഭയവിനാശിനി ത്രാഹി മാം ദേവി ദുഷ്പ്രേക്ഷ്യേ ശത്രുണാം ഭയവർദ്ധിനി. മായാശക്തിയായ മഹാബലത്തോടു കൂടിയവളായും ജഗത് സംരക്ഷണമാകുന്ന മഹോത്സാഹത്തോടു കൂടിയവളായും മൃത്യുരൂപമായ മഹാഭയത്തെ നശിപ്പിക്കുന്നവളായും ദർശിക്കാൻ പാടില്ലാത്തവളായും കാമക്രോധാദി ശത്രുക്കൾക്ക് ഭയത്തെ വർദ്ധിപ്പിക്കുന്നവളായും ഉള്ള ദേവി, എന്നെ നീ രക്ഷിച്ചാലും.
പ്രാച്യാം രക്ഷതു മാമൈന്ദ്രി അഗ്നേയാമഗ്നിദേവത ദക്ഷിണേ രക്ഷവാരാഹി നൈരുത്യാം ഖഡ്ഗധാരിണി. ഇന്ദ്രാണി എന്നെ കിഴക്കേ ദിക്കിൽ രക്ഷിക്കട്ടെ, അഗ്നികോണിൽ അഗ്നിശക്തി രക്ഷിക്കട്ടെ, വരാഹി നിന്തിരുവടി എന്നെ തെക്കേ ദിക്കിൽ രക്ഷിച്ചാലും നിരുതികോണിൽ ഖഡ്ഗധാരിണി രക്ഷിക്കട്ടെ. പ്രദീപ്യാം വാരുണീ രക്ഷേദ് ആയവ്യാം മൃഗവാഹിനി രക്ഷേദുധീച്യാം കൗമാരി ഈശാന്യാം ശൂലധാരിണി. പടിഞ്ഞാറേ ദിക്കിൽ വാരുണിയും വായുകോണിൽ മൃഗവാഹിനിയും വടക്കേ ദിക്കിൽ കൗമാരിയും ഈശാനകോണിൽ ശൂലധാരിണിയും എന്നെ രക്ഷിക്കട്ടെ. ഊർധ്വം ബ്രഹ്മാണി മേ രക്ഷോദധാസ്താദ്വിഷ്ണവീതി യഥാ ഏവം ദശദിശോ രക്ഷേ ചാമുണ്ട ശവവാഹന. ഹേ ബ്രഹ്മാണി, എൻ്റെ ഊർധ്വഭാഗത്തെ രക്ഷിച്ചാലും അതുപോലെ വൈഷ്ണവി അധോഭാഗത്തെ രക്ഷിക്കട്ടെ. ഇങ്ങനെ എൻ്റെ 10 ദിക്കുകളിലും ശവവാഹനയായ ചാമുണ്ട രക്ഷിക്കട്ടെ. ഇങ്ങനെ 10 ദിക്പാലദേവതകളെ പോലെ 10 ദിക്കുകളിലും ഇരിക്കുന്ന ചാമുണ്ട എന്നെ രക്ഷിക്കട്ടെ. അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച 10 ദിക്കുകളെയും രക്ഷിക്കട്ടെ. അല്ലാതെ ഏതാനും ദിക്കിൻ്റെ രക്ഷണത്തിൽ മാത്രം ഒരു പ്രയോജനവും ഇല്ല. ജയാമേ ജാഗ്രതസ്താദു വിജയാസ്താദു പൃഷ്ടത അജിത വാമപാർശ്വേതു ദക്ഷിണേ ചാപരാജിത. എൻ്റെ മുൻഭാഗത്ത് ജയാദേവിയും പിൻഭാഗത്ത് വിജയാദേവിയും ഇടതുഭാഗത്ത് അജിതാദേവിയും വലത്തുഭാഗത്ത് അപരാജിതയും സ്ഥിതി ചെയ്യട്ടെ, എന്നെ രക്ഷിക്കുന്നതിനായി സ്ഥിതി ചെയ്യട്ടെ എന്ന് പറയുകയാണ്. ശിഖാമുദ്യോതിനി രക്ഷേതുമാമൂർധനി വ്യവസ്ഥിത മാലാധരീലലാടേ ച ഭ്രുവൗ രക്ഷേ ദൃശസിനി. ഉദ്യേദീനി ശിഖയെ രക്ഷിക്കട്ടെ. ഉമ മൂർധാവിൽ സ്ഥിതി ചെയ്യുന്നവളായിട്ട് മൂർധാവിനെ രക്ഷിക്കട്ടെ. നെറ്റിയിൽ മാലാധരിയും യശസ്സിനി പുരികങ്ങളെയും രക്ഷിക്കട്ടെ. ത്രിനേദാച ഭ്രുവോർമധ്യേ യമഖണ്ഡാച നാസികേ ശങ്കിനി ചക്ഷുഷോർമധ്യേ ശ്രോത്രയോർദ്വാരവാസിനി കപോലൗ കാളികാ രക്ഷേ കർണമൂലേ തു ശങ്കരി നാസികായാം സുഗന്ധാച ഉത്തരോഷ്ടേ ച ചർച്ചിക. പുരികങ്ങളുടെ മധ്യത്തിൽ ത്രിനേത്രയും നാസികാപുടത്തിങ്കൽ യമഖണ്ഡയും നേത്രങ്ങളുടെ മധ്യത്തിൽ ശംഖിനിയും ചെവികളിൽ ദ്വാരവാസിനിയും കപോലങ്ങളിൽ കാളികയും കർണമൂലത്തിങ്കൽ ശങ്കരിയും നാസികാദണ്ഡത്തിൽ സുഗന്ധയും ഉത്തരോഷ്ടത്തിൽ ചർച്ചികയും രക്ഷിക്കട്ടെ. അധരേ ചാമൃതകലാ ജിഹ്വായാതു സരസ്വതി ദന്താൻ രക്ഷതു കൗമാരി കണ്ഠമധ്യേ തു ചണ്ഡിക. അധരോഷ്ടത്തിൽ അമൃതകലയും നാക്കിൽ സരസ്വതിയും ദന്തങ്ങളെ കൗമാരിയും കഴുത്തിൻ്റെ നടുവിൽ ചണ്ഡികയും രക്ഷിക്കട്ടെ. ഗണ്ഡികാം ചിത്രഖണ്ഡാച്ച മഹാമായാച്ച താലുകേ കാമാക്ഷി ചിബുകം രക്ഷേ വാചം മേ സർവമംഗള. എൻ്റെ കണ്ഠമണിയെ ചിത്രഖണ്ഡയും ഉൾനാക്കിനെ മഹാമായയും താടിയെ കാമാക്ഷിയും വാക്കിനെ സർവമംഗളയും രക്ഷിക്കട്ടെ. ഗ്രീവായ ഭദ്രകാളേച്ച പൃഷ്ടവംശേ ധനുർധരി നീലഗ്രീവാ ബഹിക്കണ്ഠേ നളിക നാളകൂപരി ഖഡ്ഗധാരിണ്യുഭൗ സ്കന്ധൗ ബാഹുമേ വജ്രധാരിണി ഹസ്തയോർദണ്ഡിനീ രക്ഷേദംബിക ചാങ്കുലീഷുജ. എൻ്റെ കഴുത്തിൽ ഭദ്രകാളിയും കഴുത്തിൻ്റെ പിൻഭാഗത്ത് ധനുർധരിയും കണ്ഠബഹിർഭാഗത്ത് നീലഗ്രീവയും കണ്ഠനാളത്തെ നളകൂപരിയും 2 തോളുകളെയും ഖഡ്ഗധാരിണിയും ബാഹുക്കളെ വജ്രധാരിണിയും ഹസ്തങ്ങളെ ദണ്ഡിനിയും വിരലുകളെ അംബികയും രക്ഷിക്കട്ടെ. നഖാംശൂലേശ്വരീ രക്ഷേ കുക്ഷൗ രക്ഷേ നളേശ്വരി സ്തനൗ രക്ഷേ മഹാദേവി മനഃശോകവിനാശിനി. നഖങ്ങളെ ശൂലേശ്വരിയും ഉദരത്തിൽ നളേശ്വരിയും സ്തനങ്ങളെ മഹാദേവിയും
മനസ്സിനെ ശോകവിനാശിനിയും രക്ഷിക്കട്ടെ. ഹൃദയം ലളിതാദേവി ഹ്യുദരേ ശൂലധാരിണി നാഭിം ച കാമിനി രക്ഷേത് ഗുഹ്യം ഗുഹ്യേശ്വരീയത തഥാ. ഹൃദയത്തെ ലളിതാദേവിയും ഉദരത്തിൽ ശൂലധാരിണിയും നാഭിയെ കാമിനിയും ഗുഹ്യസ്ഥലത്തെ ഗുഹ്യേശ്വരിയും രക്ഷിക്കട്ടെ. ഭൂതനാഥാച മേഢശ്ച ഗുദം മഹിഷവാഹിനി കട്യാം ഭഗവതീം രക്ഷേത് ജാനുനി വിന്ധ്യവാസിനി. ലിംഗത്തെ ഭൂതനാഥനും ഗുദത്തെ മഹിഷവാഹിനിയും കടിപ്രദേശത്തിൽ ഭഗവതിയും മുട്ടുകളെ വിന്ധ്യാവാസിനിയും രക്ഷിക്കട്ടെ. ജംഗേ മഹാബല പ്രോക്ത ജാനുമധ്യേ വിനായകി കുൽഭയോർനാരസിംഹീ ച പാദപൃഷ്ഠേ മിഥൗജസി പാദാങ്കുലി ശ്രീധരീ ച പാദാദസ്ഥലവാസിനി നഖാൻ ദൃഷ്ടാം കരാളീ ച കേശാംശ്ചൈവോർധ്വകേശിനി. കണങ്കാലുകളെ ആഗമാദികളിൽ പറയപ്പെടുന്ന മഹാബലയും മുട്ടുകളുടെ മധ്യത്തിൽ വിനായകിയും നരിയാണികളിൽ നാരസിംഹിയും പുറങ്കാലിൽ അമിതൗജസിയും കാൽവിരലുകളെ ശ്രീധരിയും പാദാധോഭാഗത്തിൽ തലവാസിനിയും നഖങ്ങളെയും ദംഷ്ട്രങ്ങളെയും കരാളിയും കേശങ്ങളെ ഊർധ്വകേശിനിയും രക്ഷിക്കട്ടെ. രോമകൂപാണി കൗബേരി ത്വചം വാഗീശ്വരീ തഥാ രക്തമജ്ജാവസാമാംസാൻ അന്യസ്തിമേതാംസി പാർവതി ഏമാംസ്യാന്യസ്തിമേതാംസി പാർവതി. രോമകൂപങ്ങളെ കൗബേരിയും ത്വക്കിനെ വാഗീശ്വരിയും രക്തം മജ്ജ വസ മംസം അസ്ഥി മേധസ്സിവയെ പാർവതിയും രക്ഷിക്കട്ടെ. ആന്ത്രാണി കാളരാത്രിശ്ച പിത്തഞ്ച മുകുടേശ്വരി പത്മാവതി പത്മകോശേ ഖഭേ ചൂടാമണിസ്തദാ. കുടലുകളെ കാളരാത്രിയും പിത്തത്തെ മകുടേശ്വരിയും വാദത്തിൽ പത്മാവതിയും ഖഭത്തിൽ ചൂടാമണിയും രക്ഷിക്കട്ടെ. ജ്വാലാമുഖി നഖജ്വാല മഭേദ്യ സർവസന്ധിഷു ശുക്രം ബ്രഹ്മാണി മേ രക്ഷേത് ഛായാം ഛത്രേശ്വരീ തഥാ. നഖതേജസ്സിനെ ജ്വാലാമുഖിയും എല്ലാ സന്ധികളിലും അഭേദ്യയും നിഴലിനെ ഛത്രേശ്വരിയും രക്ഷിക്കട്ടെ. അല്ലയോ ബ്രഹ്മാണി, ഭവതി എൻ്റെ ശുക്ലത്തെ രക്ഷിച്ചാൽ. ദുർഗ നഖജ്വാല നഖത്തിലുള്ള തേജസ്, അഭേദ്യോ എന്ന ദേവത സർവസന്ധികളിലും ഇരുന്ന് സർവസന്ധികളെയും രക്ഷിക്കട്ടെ. അഹങ്കാരം മനോബുദ്ധിം രക്ഷമേ ധർമ്മചാരിണി. അല്ലയോ ധർമ്മചാരിണി, നിന്തിരുവടി എൻ്റെ അഹങ്കാരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും രക്ഷിച്ചാൽ. പ്രാണാപാനോ തഥാ വ്യാന സമാനോ ദാനമേവ ച യശകീർത്തിം ച ലക്ഷ്മീം ച സദാ രക്ഷതു ചക്രിണി. പ്രാണാപാനന്മാരെയും വ്യാനസമോനോദാനന്മാരെയും യശസ്സിനെയും കീർത്തിയെയും ലക്ഷ്മിയെയും എല്ലായ്പ്പോഴും ചക്രേശ്വരി രക്ഷിക്കട്ടെ. ഗോത്രമിന്ദ്രാണി മേ രക്ഷേത് പശുന്മേ രക്ഷ ചണ്ഡികേ. അല്ലയോ ഇന്ദ്രാണി, ഭവതി എൻ്റെ വംശത്തെ രക്ഷിച്ചാലും. അല്ലയോ ചണ്ഡികെ, നിന്തിരുവടി എൻ്റെ പശുക്കളെ രക്ഷിച്ചാലും. പുത്രാൻ രക്ഷേൻ മഹാലക്ഷ്മീം ഭാര്യാം രക്ഷതു ഭൈരവി മാർഗം ക്ഷേമകരീ രക്ഷേ ദ്വിജയാ പർവ്വതസ്ഥിത. പുത്രന്മാരെ മഹാലക്ഷ്മിയും ഭാര്യയെ ഭൈരവിയും മാർഗത്തെ എല്ലാ ദിക്കിലും വസിക്കുന്ന വിജയയായ ക്ഷേമങ്കരിയും രക്ഷിക്കട്ടെ. രക്ഷാഹീനന്തു യസ്ഥാനം വർജിതം കവചേന തു തത്സർവം രക്ഷമേ ദേവി ജയന്തി പാപനാശിനി. കവചത്തോടുകൂടാതെ രക്ഷോഹീനമായി യാതൊരു സ്ഥാനമുണ്ടോ അതെല്ലാം എൻ്റെ ദേവിയായി സർവോത്കൃഷ്ടയായി പാപനാശിനിയായിരിക്കുന്ന നിന്തിരുവടി രക്ഷിച്ചാലും. പദമേകം ന ഗച്ഛേത്തു യദിച്ഛേത് ശുഭമ ആത്മന കവചേനാവൃതോ നിത്യം യത്ര യത്ര ഹി ഗച്ഛതി തത്ര തത്രാർത്ഥലാഭശ്ച വിജയ സർവകാമിക യം യം ചിന്തയതേ കാമം തം തം പ്രാപ്നോതി നിശ്ചിതം. തൻ്റെ ശുഭത്തെ ഇച്ഛിക്കുന്നവൻ കവചത്തോടു കൂടാതെ ഒരടി പോലും നടക്കരുത്. ദിവസം തോറും കവചത്തെ ധരിച്ചുകൊണ്ട് ഏതു ദിക്കിലെല്ലാം സഞ്ചരിക്കുന്നുവോ അവിടെയെല്ലാം ധനലാഭവും സർവ്വവിധ വിജയങ്ങളും ഉണ്ടാകുന്നു. വിചാരിക്കുന്ന എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കുകയും ചെയ്യുന്നു.
പരമൈശ്വര്യമതുലം പ്രാപ്സ്യതേ ഭൂതലേ പുമാൻ നിർഭയോ ജായതേ മർത്യ സംഗ്രാമേഷ്വപരാജിത. കവചത്തോടുകൂടിയ മനുഷ്യൻ ഭൂമിയിൽ തുല്യമില്ലാത്ത ഉത്കൃഷ്ട ഐശ്വര്യത്തെ പ്രാപിക്കുന്നു. ആ മനുഷ്യൻ യുദ്ധങ്ങളിൽ തോൽക്കാത്തവനായിട്ട് ഭയമില്ലാത്തവനായി ഭവിക്കുന്നു. ത്രൈലോക്യേതു ഭവേത് പൂജ്യ കവചേനാവൃത പുമാൻ. കവചത്താൽ ചുറ്റപ്പെട്ട മനുഷ്യൻ 3 ലോകങ്ങളിലും പൂജ്യനായി ഭവിക്കും. ഇതന്തു ദേവ്യാ കവചം ദേവാനാമഭി ദുർലഭം യപ്പടേത് പ്രിയതോ നിത്യം ത്രിസന്ധ്യാം ശ്രദ്ധയാന്വിത ദേവീ കാലഭവേത്തസ്യ ത്രൈലോക്യേ ചാപരാജിത ജീവേദ്വർഷശതം സാംഗ്രമപ മൃത്യുവിവർജിത നശ്യന്തി വ്യാധയ സർവേ ലൂതാ വിസ്ഫോടകാദയ സ്ഥാവരം ജംഗമം ചാപി കൃത്രിമം ചാപി ദൈദ്ദിഷം. ദേവന്മാർക്ക് കൂടി ദുർലഭമായ ദേവിയുടെ ഈ കവചത്തെ യാതൊരാളാണോ ശുദ്ധനായി ശ്രദ്ധയോടുകൂടി ദിവസം തോറും 3 സന്ധ്യയിലും പാഠം ചെയ്യുന്നത്, അവന് ദേവിയുടെ ഒരു കടാക്ഷം ചൈതന്യാംശം ഉണ്ടാകും. അവൻ 3 ലോകത്തിലും തോൽക്കാത്തവനായി അപമൃത്യുക്കളോട് കൂടാത്തവനായി പരമാവധി 100 വർഷം ജീവിച്ചിരിക്കും. ആ പുരുഷന് മസൂരി മുതലായ മാരകവ്യാധികൾ നശിച്ചു പോകുന്നു. സ്ഥാവരമായും ജംഗമമായുമുള്ള എല്ലാ വിഷമങ്ങളും നാശത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. അഭിചാരാണി സർവാണി മന്ത്രയന്ത്രാണി ഭൂതലേ ഭൂചരാ കേചരാശ്ചൈവ ജലജാശ്ചൗപദേശിക സഹജ കുലജാമാല ഡാഗിനി ശാഗിനി തഥാ അന്തരീക്ഷചരാഘോര ഡാഗിനിശ്ച മഹാബല ഗൃഹഭൂതപിശാചാശ്ച യക്ഷഗന്ധർവരാക്ഷസ ബ്രഹ്മരാക്ഷസവേതാള കൂഷ്മാണ്ഡ ഭൈരവാദയ നശ്യന്തി ദർശനാത്തസ്യ കവചേ ഹൃദി സംസ്ഥിതേ. ഭൂമിയിലുള്ള മന്ത്രയന്ത്രങ്ങളെ സംബന്ധിച്ച എല്ലാ ആഭിചാരങ്ങളും, ഭൂമിയിൽ ചരിക്കുന്നവയും ആകാശത്തിൽ സഞ്ചരിക്കുന്നവയും ജലത്തിൽ നിന്നുണ്ടായവയും ഔപദേശികങ്ങളും സഹജങ്ങളുമായ ദേവതകളും കുലജങ്ങൾ മാല ഡാഗിനി ശാഗിനി മുതലായ ദുഷ്ടദേവതകളും ഘോരങ്ങളായ അന്തരീക്ഷചരങ്ങളും മഹാബലകളായ ഡാഗിനികളും ഗ്രഹഭൂതപിശാചുക്കളും യക്ഷഗന്ധർവരാക്ഷസന്മാരും ബ്രഹ്മരാക്ഷസ വേതാളങ്ങളും കൂഷ്മാണ്ഡയും ഭൈരവാദികളും കവചം ഹൃദിസ്ഥമായിരിക്കും സമയത്തിങ്കൽ അവൻ്റെ ദർശനം കൊണ്ട് നശിച്ചു പോകുന്നു. മനോന്നതിർഭവേദ്രാജ്ഞ തേജോ വൃദ്ധികരം പരം യശസാ വർദ്ധതേ സോപി കീർത്തിമണ്ഡിതഭൂതലേ. ഈ കവചപാഠകന് രാജാവിങ്കൽ നിന്ന് ബഹുമാനമുണ്ടാകും. ഈ പാഠം ഏറ്റവും തേജോവൃദ്ധിയെ ചെയ്യുന്നതാകുന്നു. കവച പാഠകൻ തൻ്റെ കീർത്തി കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഭൂമണ്ഡലത്തിൽ യശസ് കൊണ്ട് വർദ്ധിക്കുന്നു. രാജസമ്മതനായും തേജസ്വിയായും യശസ്വിയായും തീരുമെന്ന് താൽപ്പര്യം. ജപേ സപ്തശതീ ചണ്ഡി കൃത്വാ തു കവചം പുര യാവത് ഭൂമണ്ഡലം ധത്തെ സശൈലവനകാനനം താവത്തിഷ്ഠതി മേദിന്യ സന്തതി പുത്രപൗത്രികി ദേഹാന്തേ പരമസ്ഥാനം യൽസുരൈരവിദുർലഭം പ്രാപ്നോതി പുരുഷോ നിത്യം മഹാമായ പ്രസാദത. ഈ കവചം മുൻപിൽ ജപിച്ചിട്ട് പിന്നെ സപ്തശതി പാഠം ചെയ്യണം. എന്നാൽ അവന് ആദിശേഷൻ പർവ്വത കാനനങ്ങളോടുകൂടിയ ഈ ഭൂമണ്ഡലത്തെ എത്ര കാലം ധരിക്കുന്നുവോ അതുവരെ ഭൂമിയിൽ പുത്രപൗത്രാദി സന്തതികൾ നിലനിൽക്കുന്നതാകുന്നു. ആ പുരുഷൻ മഹാമായ പ്രസാദ നിമിത്തം ദേഹാവസാനത്തിൽ ദേവന്മാർക്ക് ദുർലഭമായി നിത്യമായിരിക്കുന്ന പരമപദത്തെ പ്രാപിക്കുന്നു എന്നർത്ഥം. ഇപ്രകാരം പാർവതീ പരമാവിദ്യ ബ്രഹ്മവിദ്യ പ്രദായിനി വിശേഷേണൈവ ജന്തൂനാം നാത്ര സന്ദേഹകാരണം. ശ്രീദേവി കവചം സമാപ്തം. ശ്രീ മഹാദേവി നമഃ.